എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 28 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ ജനുവരി 28 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പെൻഷന് ഒരാഴ്ചക്ക് മുമ്പ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് ഉണ്ടാകും. ഈ മാസം അതുണ്ടായില്ല. എങ്കിലും 27 തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് നമ്മൾ 4 ദിവസം മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു. അതുപ്രകാരം തന്നെ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 5 മണിയൊക്കെ ആയപ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 500, 200 അതുപോലെ തന്നെ 300 രൂപയുടെ കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് 1500, 1700, 1800 എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള തുക കൂടി ഒരാഴ്ചക്കുള്ളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ മാസം 2 ആഴ്ച വരെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു തുക ലഭിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയും നഷ്ടപ്പെടില്ല. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് 2000 രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷം 3ാമത്തെ മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി കയ്യിൽ വിതരണം നാളത്തെയും കൂടി കഴിഞ്ഞതിന് ശേഷം, അതായത് വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഒരു തുക വിതരണം നടത്തുന്നതാണ്. എന്തായാലും 5 തീയതിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും കയ്യിലും ബാങ്കിലും എല്ലാം പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഈ മാസം 29-നാണ് നമ്മുടെ സംസ്ഥാന ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ 500 രൂപ കൂട്ടി സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ള 2500ലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അതെല്ലാം കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പൊ ഇപ്പോൾ പെൻഷൻ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പൊ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നൽകുക. ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുക. ഉണ്ടെങ്കിൽ അത് നൽകുക. അല്ലെങ്കിൽ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാലും ആ കാര്യം കൃത്യമായിട്ട് അറിയാം. കൊടുക്കണോ കൊടുക്കേണ്ടതെന്നൊക്കെ അറിയാം. ആളുകൾ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷവും വീണ്ടും സമർപ്പിക്കണമെന്ന് സൈറ്റിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകിക്കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് എല്ലാവരുടെയും ഒരുമിച്ചായിരിക്കും പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ബജറ്റ് 29 തീയതി നടക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച, ആദ്യമായിട്ടാണ് ഞായറാഴ്ച ഒരു കേന്ദ്ര ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അത് റെക്കോർഡാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതും അത് അപൂർവമായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. അതിൽ വലിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും നമുക്കുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിൽ വർധനവ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പ്രഖ്യാപിക്കുക, എന്തൊക്കെ ഇളവുകളാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. 29 തീയതി സംസ്ഥാന ബജറ്റ്, ഫെബ്രുവരി 1 തീയതി കേന്ദ്ര ബജറ്റ്, ഈ 2 ബജറ്റും നടക്കാൻ വേണ്ടി പോവുകയാണ്. 29 തീയതിക്കത്തെ ബജറ്റിൽ ക്ഷേമ പദ്ധതികൾ കൂടുതൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. BPL റേഷൻ കാർഡിന് അർഹതയുള്ള നിലവിൽ നീല, വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്ക് ഈ മാസം 24 മുതൽ ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 13 വരെ ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ 67,000-ഓളം ഒഴിവുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 1,00,000-ഓളം ഒഴിവുണ്ടായിട്ടും പല ആളുകളും ഇത് നമ്മൾ നിരന്തരം പറഞ്ഞിട്ടും അപേക്ഷകർ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാനദണ്ഡങ്ങൾ കറക്റ്റ് ആണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേഗത്തിൽ സാധിക്കും എന്നുള്ളതാണ്. ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും BPL ലിസ്റ്റിന് അർഹനാണ് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അർഹതയുള്ളവരെല്ലാം ഉടനെ അപേക്ഷ സമർപ്പിക്കുക. നമുക്കറിയാം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ലഭിക്കുന്നത് BPL വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ്. ഇപ്പൊ നീല, വെള്ള റേഷൻ കാർഡിൽ ഉള്ള ആളുകളും പാവപ്പെട്ട ആളുകളുണ്ടാവും, രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ
വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷ നൽകിക്കൊണ്ട് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ഈ പദ്ധതിയിലേക്ക് 1000 രൂപ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് ആ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾ അപേക്ഷ നൽകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം 5 നിയമലംഘനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അത് 1 വർഷത്തിനുള്ളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 20-ലധികം നിയമലംഘനങ്ങൾ ഇതിൽ പെടുന്നു. സിഗ്നൽ തെറ്റിക്കുന്നത് മുതൽ നിസ്സാര വകുപ്പുകൾ വരെ അതിൽ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലൈസൻസ് റദ്ദാകാതിരിക്കാൻ നമ്മൾ റോട്ടിൽ സൂക്ഷിച്ചു പോവുക, നമുക്ക് ചലാൻ വരാതെ നോക്കുക. നിയമലംഘനങ്ങളിൽ 5 തവണ 1 വർഷത്തിനുള്ളിൽ പെടുകയാണ് എങ്കിൽ നമ്മുടെ ലൈസൻസിനെ അത് ബാധിക്കുന്നതാണ്. തിടുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഇപ്പോൾ KB ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിലും കേന്ദ്ര നിയമമാണ്, അത് നടപ്പിലാക്കാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ട് നിയമലംഘനം നടത്തുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ഈ മാസം 30 വരെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2026 ഏപ്രിൽ 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്ന കുട്ടികൾ വരെ ഉള്ളവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത് ഇപ്പോൾ ചേർത്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ, മക്കളുടെ കാര്യമൊക്കെ എത്ര വയസ്സായിട്ടുണ്ടാകും, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ മക്കളുടേത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മക്കളുടെ കാര്യം രക്ഷിതാക്കൾ ഓർത്ത് വെച്ച് അത് ചെയ്യണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ജനുവരി 30 അവസാന തീയതി. എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട്, SIR ലിസ്റ്റിൽ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് വോട്ടർ ലിസ്റ്റിൽ ഈ 30-ന് മുമ്പ് തന്നെ പേര് ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.